പിശുക്കൻ്റെ സമ്പാദ്യം തേനീച്ചയുടെ തേനും ഒരുപോലെയാണ്. മനസ്സിലായില്ലല്ലോ? വാ പറയാം. നമ്മളെല്ലാവരും ഭാവിക്ക് വേണ്ടി സമ്പാദിക്കാറുണ്ടല്ലേ? എന്നാൽ എത്ര പേര് വർത്തമാനത്തിന് വേണ്ടി ചെലവാക്കാറുണ്ട്? സംശയമാണല്ലേ? അതെ, ഞാനും ഇതേപോലെ തന്നെയാണ്. നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകും. എന്നിട്ട് നമ്മളെന്താ ആദ്യം തപ്പുക? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽ, ഏറ്റവും വില കുറഞ്ഞ 100 റുപ്യക്ക് അൺലിമിറ്റഡ് ബിരിയാണി കിട്ടും, 100 റുപ്യക്ക് അൺലിമിറ്റഡ് നെയ്ച്ചോറ് കിട്ടും. സത്യത്തിൽ നമ്മൾ എന്തിനാണ് അവിടെ പോണത്? നല്ലൊരു ഭക്ഷണം കഴിക്കാനും ആ മൊമെൻ്റ് എൻജോയ് ചെയ്യാനാണ്. എന്നിട്ട് നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. പിന്നെ നമ്മളെവിടെ പോവുക? നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ പോകും. അപ്പോൾ എന്താ ചെയ്യുക? കൊല്ലത്തിലൊരിക്കലൊക്കെ ഡ്രസ്സ് എടുക്കുള്ളൂ. കൊല്ലത്തിൽ ഒന്നോ രണ്ടോ, ഒരു ഓണത്തിന്, ഒരു വിഷുവിന്. എന്നിട്ട് നമ്മൾ പോകും, ഒരു നല്ല കടയിൽ പോകും. അവിടുന്ന് ഇഷ്ടമുള്ള എല്ലാ ഡ്രസ്സുകളും ഇട്ട് നോക്കും. ട്രയൽ റൂമിൽ പോയിട്ട് മറന്നിട്ട് നോക്കും. എന്നിട്ട് അവസാനം നമ്മൾ എടുക്കുക ഒട്ടും ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും വില കുറഞ്ഞ തൊലിഞ്ഞ സാധനം. സത്യത്തിൽ നമ്മളെ കൊണ്ട് മറ്റേത് എടുക്കാൻ പറ്റുന്നുണ്ടാവും, എന്നാലും നമ്മൾ എടുക്കില്ല. ഒരിക്കലും യാത്ര പോകാത്ത ആളാ പെട്ടെന്ന് കൂട്ടുകാരൻ വിളിക്കും, എടാ ഒന്ന് വയനാട് പോയാലോ, ഒന്ന് കൊച്ചിക്ക് പോയാലോ, ഒരു ട്രിപ്പ് പോയാലോ. എടാ ഇല്ലടാ, ബുദ്ധിമുട്ടാ, ഇപ്പോൾ പറ്റില്ല, അത് ഒഴിവാക്കും. ഒരിക്കലും യാത്ര പോയിട്ടില്ല. കൊല്ലങ്ങളായിട്ട് ഈ വീടിൻ്റെ പറമ്പ് വിട്ട് പുറത്തു കൊടുത്ത മനുഷ്യന്മാരാ, എവിടെയും പോകില്ല. എന്തിനാ? സമ്പാദിക്കുകയാണ്. ആ പൈസയും കൂടി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഉപയോഗിക്കല്ലേ. ഇപ്പോൾ വയസ്സാകുമ്പോൾ ഉപയോഗിക്കുക. എന്നിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ യാത്ര പോകുമ്പോൾ ആരോഗ്യം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഷുഗറും കൊളസ്ട്രോളും ആയിട്ട് കിടക്കുമോ? ഒന്നും ചെയ്യാനും പറ്റില്ല. ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല, കാരണം ശരീരമൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടാവും, ഒന്നിനും കൊള്ളില്ല. ഇതേ അവസ്ഥയാണ് നമ്മൾ പലരും. നമ്മളൊക്കെ സമ്പാദിക്കും, ഒരുപാട് സമ്പാദിക്കും, ആവശ്യത്തിനല്ല ഒരുപാട് സമ്പാദിക്കും. ഇത് അവരെ പറ്റില്ല കേട്ടോ, ഒരിക്കലും കൃത്യമായിട്ട് പ്ലാനിങ് വെച്ച് ജീവിക്കുന്ന ഒരാളെ പറ്റിയല്ല. കുറച്ചൊക്കെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാത്ത എന്നെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് കണ്ട പോസ്റ്റാണിത്, പിശുക്കൻ്റെ സമ്പാദ്യം തേനീച്ചയുടെ തന്നെ. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പിന്നെയാണ് എടാ ഇത് ഇന്നെ പറ്റിയാണല്ലോ എന്ന് ആലോചിച്ച്. അതുകൊണ്ടാണ് ഇത് എല്ലാവരോടും പറയണം തോന്നിയത്. അപ്പോൾ നമ്മൾ സമ്പാദിക്കാം, ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും. അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ സമ്പാദ്യം അമിതമായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വർത്തമാനത്തിൽ, നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലോട്ട് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് ബാക്കി സമ്പാദിച്ചുകൊണ്ട് ഒരു അടിപൊളി ജീവിതം ഇപ്പോൾ ജീവിക്കുക. നാളെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയോ? നാളെ ഈ ഭൂമി കാണുമെന്ന് ആർക്കറിയാം? മനുഷ്യന്മാർ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നാളെ എന്നൊരു പ്രതീക്ഷ വല്ലാണ്ടൊന്നും വേണ്ട. അപ്പം ആവശ്യത്തിന് വേണ്ടിയുള്ള സമ്പാദ്യം വയ്ക്കുക, ആവശ്യത്തിന് വേണ്ടിയുള്ള ചിലവുകളുണ്ടാക്കുക. അപ്പം ഇപ്പോഴത്തെ ലൈഫ് അടിപൊളിയായിട്ടാണ് ജീവിക്കുക. ഇടയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യുക, മറക്കണ്ട. ഇതേപോലെ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും വേണം. എന്തായാലും കാണും, അതുകൊണ്ട് അയച്ചു കൊടുക്കുക. ബാക്കി പിന്നെ കാണാം. ബൈ.